ഷൈല വിളിച്ചേർന്നേ, നിന്റെ ചുരിദാർ എന്റെ ജാക്കറ്റും തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന്. നീ പോയിട്ട് വാങ്ങിട്ട് വാ. ഞാനാ? അല്ല, ഞാൻ ആ തള്ളേനെ വിടാ. അത് നല്ല ഐഡിയ ആണ്. പെണ്ണ വേഷം കെട്ട് കാട്ടണ്ടാ നീ. ഞാൻ പോകുന്നില്ല. ഈ സമയത്ത് ഗ്രൗണ്ടിലായി പിള്ളേരൊക്കെ ഉണ്ടാവും. ഓ, അവരൊക്കെ അതിനെ പിടിച്ചങ്ങ് തിന്നും. അതിന്റെ ഇടയിൽ കൂടി എനിക്ക് പോകാനൊന്നും വയ്യ. ഞാൻ പോവാറുണ്ടല്ലോ. അമ്മേനെ പോലെ അല്ല ഞാൻ കാണാൻ കുറച്ച് അന്തമുണ്ട്. ശരു, നീ പറഞ്ഞ കേട്ടില്ലെങ്കിലേ മറ്റന്നിവിടുന്നാരും കല്യാണത്തിന് പോലാട്ടാ. അതെ, എന്താണ് നിങ്ങക്ക് കൊറേ നേരം ഇത്? അയില്ലേട്ടാ, അതെ വീട്ടില് പറഞ്ഞാണേ, നിങ്ങളെ പറഞ്ഞല്ല. അയ്യോ, അപ്പൊ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ശരണ്യല്ലത്? നോക്കി നോക്കി പോ. ശരണ്യ വണ്ടി ഓട്ടിക്കാനൊക്കെ ഇപ്പൊ പഠിച്ച് ശൈലേച്ചിന്റെ ഓടിക്കാണോ? ഇവളാരാണ്? ഇവളുടെ അറിയില്ലേ? നമ്മുടെ പഞ്ചായത്തിലെ വാസോട്ടിന്റെ മോള് സൂപ്പർ ശരണ്യ. അതിന് ഇവള് മാത്രം തീരുമാനിച്ചാൽ മതി സൂപ്പർ ശരണ്യാണെന്ന്. ബോളി ബോളി അതൊക്കെ വേറെ കഥയാണ്. ഞാൻ പറഞ്ഞ കളിയോ അത് ശരിയാക്കാം. കൊഴപ്പില്ല. എന്നാ മോളെ കുട്ടിയെ, നേരത്തെ തരാനുള്ള ഒരു 50 രൂപ എടുത്തിട്ടുണ്ടെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണേ. ചേച്ചി ശരിയാക്കി തരാം. പക്ഷെ തിങ്കളാഴ്ചക്കൊന്നും നടക്കില്ല കുട്ടി. ശരിയാക്കിട്ട് വിളിക്കാൻ നീ വെച്ചോ. ഓക്കെ കേട്ടാ. കേട്ടോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഗ്രൗണ്ടിൽ കൂടിയല്ലാതെ വേറെ വഴിയുണ്ടാ? ഗ്രൗണ്ട് ഒഴിവാക്കി പോണെങ്കിൽ ഇപ്പോ പറക്കേണ്ടി വരും. പറ്റുമോ? വേണ്ട. മോളെ നോക്കി പോ. ശരണ്യ സൂപ്പർ. പതുക്കെ പോ. മോളെ മെല്ലെ 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 കറവില് സ്കിപ്പാവും. എന്തെങ്കിലും പറ്റിയോ? എന്തുപറ്റി? കൈലുമുറി ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോണോ? കാർ വിളിക്കണോ? എന്തെങ്കിലും പറ. മിണ്ടാ വയ്യേ. നീയൊക്കെ വണ്ടി ഇവിടെ പെണ്ണെ പേടിപ്പെടുത്തി കൊല്ലൂടാ. പോയി വെള്ളം എടുത്തോടാ. പോടാ. അല്ല, വണ്ടി സൈഡ് മാറി. മോളെ അച്ഛനെ വിളിക്കണോ? ശരണ്യക്ക് ഹോസ്പിറ്റൽ പോവാലോ? ശ്വാസം വേണ്ടി വരുമോ? അച്ഛൻ വന്നിട്ട് പോയപ്പോരാ. വെള്ളം കുടിച്ചിട്ട് പോവാലോ? ശരണ്യ കിക്കറടിക്കാറില്ല.